നമുക്ക് തെളിവ് അള്ളാന്റെ വാക്കല്ലേ? അള്ളാഹു പറയുന്നു അവർ വിശ്വസിച്ചവരല്ല. കഫറൂ ബിറബ്ബിഹിം, അവരവരുടെ റബ്ബിൽ അവിശ്വസിച്ചവരാണ്, വിശ്വസിച്ചവരല്ല. മൗലവി ഇവിടെ എന്താ പറഞ്ഞത്? അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നുള്ളതിനാണ് ആയത്ത് വരുന്നത്. ഏതാണ് ആയത്ത്? ഖുല്ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ഇവിടെ മൗലവി ഓതിയ ഒരു ആയത്താണ്. ശരിക്കും പഠിച്ചോളൂ ഈ വിഷയം. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? ഒന്നാദ്യം പറയാം. ഈ ആയത്തിന്റെ പശ്ചാത്തലം എന്താണ്? 3 വിശ്വാസങ്ങളുള്ള ഒരു കക്ഷി. ഏതാ 3 വിശ്വാസം? ഒന്ന്, അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല, ഒരു വിശ്വാസം. അത് തന്നെ ശിർക്കാണ്. കാരണം അള്ളാഹ്ക്ക് കഴിവില്ല എന്നാ വിശ്വാസം. അപ്പോ യഥാർത്ഥത്തിൽ കഴിവുള്ള അള്ളാഹുവിൽ വിശ്വസിച്ചില്ല. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവർ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചില്ല. അപ്പൊ കഴിവില്ലാത്തൊരു പഠിച്ചവൻ അവർ പറയുന്ന സങ്കല്പം. പിന്നെ അവരുടെ വിശ്വാസം എന്താണ്? മലക്കുകൾ അള്ളാന്റെ പെൺകുട്ടികളാണ്. അപ്പൊ പെൺകുട്ടികളുള്ളവരല്ല. പിന്നെന്താ വിശ്വാസം? ഇബാദത്തിന്റെ അർഹത പഠിച്ചോല് മാത്രമല്ല ഞങ്ങളെ വിഗ്രഹങ്ങൾക്കും ഉണ്ട്. അപ്പോ ഏക ഇലാഹായ അല്ലല്ല, പിന്നെ ഇബാദത്തിന് അർഹതയുള്ള വേറെയുണ്ട്. അങ്ങനെ ഈ 3 ശിർക്ക്, ഈ 3 ബഹുദൈവ വിശ്വാസം, ഈ 3 ബഹുദൈവ വിശ്വാസമുള്ള കക്ഷികൾ, ആ കക്ഷികളുമായിട്ട് വാദപ്രതിവാദം നടത്താൻ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാ. വജാദിൽഹും ബില്ലത്തി ഹസൻ എന്ന് പറഞ്ഞില്ലേ? നബിയെ, തങ്ങൾ അവരോട് സംവാദം നടത്തി. തങ്ങൾ അവരോട് ചോദ്യം പറഞ്ഞു കൊടുക്കുക. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുശ്രിക്കുകളോട് ചോദിക്കേണ്ട ചോദ്യം പറഞ്ഞു കൊടുക്കുക. ആ ചോദ്യം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ്, മൗലവിയുടെ മൂടി വെച്ചൊക്കെ ഞാൻ പറയാൻ പോവാ, അതിന് മുമ്പ് അല്ല എന്താ ചെയ്യുന്നത്? അവരാരാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അതിന് മക്കാ മുശ്രിക്കുകൾ അല്ല പറയാന്. അയാൾ ഇവിടെ ഓതിയ ആയത്ത് 84-ാമത്തെ ആയത്ത് സൂറത്തുൽ മുഅ്മിനൂൻ. ഞാനിപ്പോ ഓതുന്നത് 80-ാമത്തെ ആയത്ത്. അവിടെ അങ്ങോട്ട് 84-ലേക്ക് ഞാൻ എത്തും. വഹുവല്ലദീ യുഹീ വയുമീതു വലഹു ഇഖ്തിലാഫുൽ ലൈലി വന്നഹാരി അഫലാ തഖിലൂൻ. അർത്ഥം ഞാൻ എന്റെ വഴിപ്പറിയിലൊക്കെ അവരെ പരിഭാഷ വയ്ക്കും. അവൻ തന്നെയാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനും രാവും പകലും വ്യത്യാസപ്പെടുത്തുന്നതും അവന്റെ വകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിരുത്തുന്നില്ലേ? ഇവിടെ ആകാശങ്ങളെയും ഭൂമികളെയും ഒക്കെ പടച്ച് രാത്രിയും പകലുമൊക്കെ നിയന്ത്രിക്കുന്ന റബ്ബ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന റബ്ബ്, ആ റബ്ബിന് മരിച്ചവരെ ഹയാത്താക്കാൻ കഴിയൂല എന്ന് പറയുന്ന നിങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ലേ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. എന്നിട്ടല്ല പറയുന്നത് ബൽ ഖാലൂ മിസ്ല മാ ഖാലൽ അവ്വലൂൻ. എന്നാൽ പൂർവീകന്മാര് പറഞ്ഞ അതേമാതിരി അവർ പറയുകയാണ്. അവരെ മുൻഗാമികളായ ചിലർ മരിച്ചതിന് ശേഷം ജീവിതമില്ലെന്ന് പറഞ്ഞു, അതേ ഇവരും പറയാണ്. അല്ലല്ലാത്ത ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ അതേ ഇവരും പറയാണ്. അള്ളാഹ്ക്ക് പെൺകുട്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അതേ ഇവരും പറയാണ്. അല്ല ചോദിക്കാണ്, ആരോ ആ പൂർവീകന്മാരെന്താ പറഞ്ഞത്? അവര് പറയുന്നു, ഞങ്ങൾ മരിക്കുകയും മണ്ണും എല്ലുമായി തീരുകയും ചെയ്താൽ ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരായിരിക്കുമെന്നോ? അത് സംഭവ്യമല്ല. മരിച്ചതിന് ശേഷം ജീവിക്കൂല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടല്ല പിന്നെയും പറയാണ്, ലഖദ് ഉഅ്ദിനാ നഹ്നു വആബാഉനാ ഹാദാ മിൻ ഖബ്ലു ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ. അവര് പിന്നെയും പറയാണ്, ഞങ്ങളോടും മുമ്പ് ഞങ്ങളുടെ പിതാക്കളോടും ഇത് വാഗ്ദത്തം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇത് പൂർവീകന്മാരുടെ പഴങ്കഥകളല്ലാതെ വേറെ ഒന്നുമല്ല. മരിച്ചവർ ജീവിക്കുന്നത് വെറുതെ പറയാണ്, പഴങ്കഥയാണ്. അങ്ങനെയാണ് മരിച്ചവരൊക്കെ ജീവിച്ച് വരണ്ടേ എന്ന് അബൂജഹൽ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അബൂജഹലിന്റെ ചോദ്യമോ, അങ്ങനെ എത്ര ആൾ മരിച്ച് ആരും വരുന്നത് കാണുന്നില്ലല്ലോ എന്നാ. പിന്നെയോ ആ അബൂജഹലിനെ നേരിടാൻ വേണ്ടി ചോദ്യം പറഞ്ഞു കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഖുൽ, നബിയെ ചോദിക്കൂ, പറയൂ, ലിമനിൽ അർളു വമൻ ഫീഹാ. ലിമനിൽ അർളു, ഭൂമിയും അതിലുള്ളവരും ആരുടേതാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. ഇൻ കുന്തും തഅലമൂൻ ഫീഹാ ഇൻ കുന്തും തഅലമൂൻ. സയഖൂലൂന ലില്ലാഹ്, അവർ പറഞ്ഞുകൊള്ളും അല്ലാഹുവിന്റേതാണ് എന്ന് പറയുക. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അവർ പറഞ്ഞുകൊള്ളും അല്ലാഹുവിന്റേതാണ്, അവർ വിശ്വസിക്കുന്നു അല്ലാഹുവിന്റേതാണ് എന്നല്ല. അവർ പറഞ്ഞുകൊള്ളും. അവർ പറയുന്നത് അങ്ങനെയാണ്, മറുപടി കിട്ടാതിരിക്കുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്, അല്ലാഹുവിന്റേതാണെന്ന് പറയുക. എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അള്ളാഹിന്റെതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തേ മരിച്ചാൽ ജീവിതം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്തേ അള്ളാഹിനെ തന്നെ ആരാധിച്ചാൽ? ഇതാ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഖുൽ മൻ റബ്ബുസ് സമാവാതി സബഇ വറബ്ബുൽ അർശിൽ അദീം. ചോദിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദ്യം പഠിപ്പിക്കുകയാണ് അല്ലാഹു തആല. ചോദിക്കുക, 7 ആകാശങ്ങളുടെ നാഥനും മഹത്തായ അർശിന്റെ നാഥനും ആരാ? സയഖൂലൂന ലില്ലാഹി ഖുൽ അഫലാ തത്തഖൂൻ. അവർ പറഞ്ഞുകൊള്ളും അതും അല്ലാഹുവിന്റേതാണെന്ന് പറയുക. എന്നാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ?
അള്ളാന്റെതാണെന്ന് പറയുന്ന നിങ്ങൾ എന്തേ സൂക്ഷിക്കാത്തത്? പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഷഹാദത്ത് കലിമ അംഗീകരിക്കണ്ടേ? നിങ്ങൾ എന്നെ പിന്തുടരണ്ടേ? ഇതാണ് ചോദ്യം. ഇനിയും കേട്ടോളൂ. അതാ അല്ലാഹു തആല വീണ്ടും ചോദ്യം പഠിപ്പിക്കുന്നു. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. ചോദിക്കുക, എല്ലാ വസ്തുവിന്റെയും ഭരണാധികാരം തന്റെ കൈവശമാണ്. അവനാണ് രക്ഷ നൽകുന്നത്. അവനെതിരിൽ രക്ഷ നൽകപ്പെടുകയുമില്ല. ഇങ്ങനെയുള്ള ഒരുവൻ ആരാണ്? നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ. സയഖൂലൂന ലില്ലാഹി ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ. അവർ പറഞ്ഞുകൊള്ളും അതെല്ലാം അല്ലാഹുവിനുള്ളതാണ് എന്ന് പറയുക. എന്നാൽ എങ്ങനെയാണ് നിങ്ങൾ മായത്തിലകപ്പെട്ടു പോകുന്നത്? അതൊക്കെ അള്ളാന്റെതാണെന്ന് പറയുന്ന നിങ്ങൾ എന്തേ മായത്തിലകപ്പെട്ടു പോകുന്നത്? എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൂടെ? ഇതൊക്കെ അള്ളാന്റെന്ന് പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹ് മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് അള്ളാഹുവിലങ്ങ് വിശ്വസിച്ചുകൂടെ? ഈ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ അവസാനം അള്ളാഹ് പറയുന്നു, ബൽ അതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ. ഇവരിങ്ങനെ മറുപടി പറയുന്നതിന്റെ കാരണം അള്ളാഹ് പറയാണ്, പക്ഷേ വാസ്തവത്തിൽ നാം അവർക്ക് യഥാർത്ഥവും കൊണ്ടുവന്നിട്ടെന്നിരിക്കുകയാണ്. നിശ്ചയമായും അവരാകട്ടെ കള്ളവാദികളുമാണ്, കളവ് പറയുന്നവരാണ്.